അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അടിത്തറ പാകാം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്. അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്റ്റം ജിന്നൂരി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടുകൊണ്ട് ബഹുദൈവ വിശ്വാസികളാവാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയവരാണ് വിസ്റ്റം ജിന്നൂരികൾ എന്നാണ് KNM-ഉം മർക്കസുദ്ദാവയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതവർ പറയാനൊരു കാരണമുണ്ട്. അവർ നേരിട്ട് ജിന്നിനെ പൂജിക്കുന്നവരാണെന്ന് ഇതുവരെ KNM-നോ മർക്കസുദ്ദാവയ്ക്കോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവർ ജിന്നു പൂജയെ പ്രോത്സാഹിപ്പിക്കുന്നു. ജിന്നു പൂജ ചെയ്താൽ ശിർക്കല്ല എന്ന് പറയുന്നു. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് ലഈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ് ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് ലഈഫ് ആണ് എന്നേ നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സ്വഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്.
അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല, നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, KP നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP, വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോൾ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്, ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. അങ്ങനെ ശിർക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജിന്ന് പൂജ ചെയ്തതിന് സമമാണെന്ന് അവർ വാദിക്കുന്നു. മാത്രവുമല്ല, ജിന്ന് പൂജ ചെയ്താൽ ശിർക്കല്ല എന്നതിന് ഖുർആൻ വരെ ദുർവ്യാഖ്യാനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വിഷ്ടം ജിന്നൂരികൾ ബഹുദൈവ വിശ്വാസികളുമാണ് എന്നാണ് KNM-ഉം മർക്കസുദ്ദാവയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാദത്തിന് ന്യായവുമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ടേയുള്ള വാദമനുസരിച്ച് ജിന്നുകൾ അദൃശ്യമാണ്. അദൃശ്യമായ ജിന്നുകൾ മരിച്ചവരാണോ ജീവിച്ചിരിപ്പുള്ളവരാണോ എന്നൊന്നും മുജാഹിദുകളെ സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്നുറപ്പില്ലാത്ത ജിന്നുകൾക്ക് വേണ്ടി ജിന്ന് കേന്ദ്രങ്ങൾ, ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ അഥവാ ജിന്ന് മക്കാമുകൾ, ജിന്ന് ജാറങ്ങൾ ഉണ്ടാക്കണമെന്ന് വാദിച്ചവരാണ് വിഷ്ടം ജിന്നൂരികൾ. ഒരുപക്ഷെ വിഷ്ടം ജിന്നൂരികൾ കേന്ദ്രമാക്കാൻ ഉദ്ദേശിക്കുന്ന ജിന്നെങ്ങാനും ചത്തുപോയോ അപ്പോൾ പിന്നെ അത് ജിന്ന് ജാറമായി അല്ലെങ്കിൽ ജിന്ന് മക്കാമായി മാറും. ചത്തുപോയ ജിന്നിനെ പൂജിച്ചാൽ ശിർക്കല്ല എന്ന ഒരു ഘട്ടത്തിലേക്കാണ് വിഷ്ടം ജിന്നൂരികൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് KNM-ന്റെ വാദം. ഏതായാലും ഇതിനെ രൂക്ഷമായി എതിർത്തുകൊണ്ടിരിക്കുന്ന അനസ് മൗലവി ആദ്യമൊക്കെ ജിന്ന് പൂജക്ക് അനുകൂലമായിരുന്നെങ്കിലും പിന്നീട് തൗബ ചെയ്ത് മടങ്ങി വിഷ്ടം ജിന്നൂരികൾക്കെതിരെ, അവരുടെ ജിന്ന് പൂജക്കെതിരെ, ജിന്ന് പൂജ പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്ന അനസ് മൗലവിക്ക് വയറുവേദനയായപ്പോൾ ജിന്ന് പൂജ ചെയ്തു. പണ്ട് അനസ് മൗലവിക്ക് ജിന്ന് പൂജ ചെയ്താൽ, വയറുവേദനയ്ക്ക് ജിന്ന് ചികിത്സ നടത്തിയാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അനസ് മൗലവിക്ക് ജിന്ന് ചികിത്സ എന്ന് കേൾക്കുമ്പോൾ, ജിന്ന് പൂജ എന്ന് കേൾക്കുമ്പോൾ വയറുവേദനിക്കുന്നു. അപ്പോൾ ജിന്ന് ചികിത്സക്ക് പകരം എന്ത് ചികിത്സയാണ് അനസ് മൗലവി നടത്തുന്നത്? വിഷ്ടം ജിന്നൂരികളുടെ ജിന്നുകളല്ലാത്ത KNM ജിന്നുകളെ തേടിപ്പോയോ? നമുക്ക് കേട്ടു നോക്കാം. ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ കാഫിർ ജിന്നാണെങ്കിൽ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. ശിർക്ക് തന്നെ എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മുസ്ലിം ജിന്ന്, ഹാദിറായ കാദിറായ ഹയ്യായ ജിന്നുണ്ടെങ്കിൽ എനിക്കൊരു വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ജബ്ബാർ മൗലിയുടെ ഇസ്ലാഹിന്റെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാൽ അത് ശിർക്കാണോ, അതല്ല ജായിദാണോ, അതല്ല വസീലത്ത് ശിർക്കാണോ, എന്താണ് അത്? കാഫിറും മുസ്ലിമും വ്യത്യാസമില്ലാന്നാത്ത പറഞ്ഞത്, രണ്ടും വ്യത്യാസമില്ല. പിന്നെയും വ്യത്യാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഏത് ചോദ്യവും ആരോട് ചോദിക്കുന്നു എന്നല്ല, ഏതു മാനദണ്ഡത്തിൽ ചോദിക്കുന്നു. ഹയ്യും ഹാദിറും ഖാദിറും എന്നത് ജിന്നിനെ പറ്റി മാത്രം പറഞ്ഞ സാധനമല്ല. മൂസക്കറിയാല കുറച്ചൊക്കെ. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ളവർ, ഹാദിർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഹാജറുള്ളവൻ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ. അത് ജിന്നിന് മാത്രമുള്ള സിഫത്തല്ല. ലോകത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ ദുആയ മറ്റു വിളികളിൽ നിന്ന് വേർതിരിക്കാനും വെച്ച മാനദണ്ഡം. അല്ല ജിന്നിനോട് ചോദിക്കുമ്പോൾ മാത്രമല്ല ഹയ്യും ഹാദിറും ഖാദിറുള്ളത്. നമ്മൾ തമ്മിലെ ഈ ചോദ്യവും ദുആ ആകാത്ത എന്തുകൊണ്ടാ? ഹയ്യും ഹാദിറും ഖാദിറും ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതും ദുആ തന്നെയാണ്, ഇതും ദുആ ആണ്. അപ്പൊ ഹയ്യ അല്ലാത്തവണ് ചോദിച്ചാൽ ദുആ ആയി. അത് ഇൻസോ ജിന്നോ മലക്കോ എന്തോ ആവട്ടെ. ഹാദിർ അല്ലാത്തവണ് ചോദിച്ചാൽ ദുആ ആയി. ഖാദിർ അല്ലാത്തവണ് ചോദിച്ചാൽ ദുആ ആയി. അല്ല ജിന്നിന് മാത്രം ഒരു ഹയ്യും ഹാദിറും ഖാദിറും ഇല്ല. മൂസ മരിച്ചാൽ മൂസയോട് ഞാൻ ചോദിച്ചാൽ അത് ദുആ തന്നെയാണ്. അത് ശിർക്ക് തന്നെയാണ്. ആള് മനുഷ്യനല്ലാത്തോണ്ടല്ല, ജിന്നായിട്ടല്ല. മനുഷ്യനായാലും ഹയ്യ അല്ലാതായോ എങ്കിൽ ഒരു വിളി ദുആ ആണ്. ഹാദിർ അല്ലാതായോ ഒരു വിളി ദുആ ആണ്. ഖാദിർ അല്ലാതായോ ഒരു വിളി ദുആ ആണ്. ഹയ്യും ഹാദിറും ഖാദിറുമാണെങ്കിൽ ആ അടിസ്ഥാനത്തെ ചോദ്യത്തിൽ ദുആ എന്ന് പറയില്ല. ദുആ എന്ന് പറയില്ല. ദുആ എന്ന് പറയാൻ അഭൗതികത കൽപ്പിക്കണം.
അഭൗതികത കൽപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 3 സിഫത്ത് പരിഗണിക്കപ്പെടുന്നത്. ഇത് ഇസ്ലാഹിൽ വന്ന സാധനമല്ല, ഞങ്ങളാരും പറഞ്ഞ സാധനമല്ല. ലോകവ്യാപകമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് ഒരു ദുആയെയും അല്ലാത്തതിനെയും വേർതിരിക്കാൻ വെച്ച മാനദണ്ഡങ്ങളിൽ തർക്കമില്ലാത്ത വിധം പ്രമാണങ്ങളുടെ സ്ഥാനത്തിൽ ഇക്കാലം വരെ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചു പോന്ന അസുലാണ് അത്. അല്ല ജബ്ബാർ മൗലവി ഇസ്ലാമിൽ എഴുതിയിട്ടുണ്ടായ സാധനമൊന്നുമല്ല, അതിന് മുമ്പേ അത് വന്നിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിലും അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ചെറിയ മുണ്ടം എഴുതി ഷബാബില്, സൽസബീൽ ഉമർ മൗലവി എഴുതി, അതേപോലെ പലരും എഴുതി. അല്ലാതെ ജബ്ബാർ മൗലവി പുതിയ ഗവേഷണം ചെയ്തിട്ട് പുതിയ സാധനമായിട്ട് വന്നൊന്നുമില്ല. അത് ഇസ്ലാമിൽ പ്രമാണങ്ങളുടെ സ്ഥാനത്തിൽ ഇക്കാലം വരെ അഹ്ലുസുന്ന അംഗീകരിച്ചു പോകുന്ന ബേസാണ്. ഒരു വിളി ദുആ ആയി മാറുന്നത് എപ്പോൾ, അല്ലാത്തതെപ്പോൾ. അല്ല ജിന്നിനോടായ ദുആ, മനുഷ്യനോടായ ദുആ അല്ല, മലക്കിനോടായ ദുആ അല്ല, അങ്ങനെ ഒന്നുമില്ല. ആരോട് ചോദിക്കുന്നുവെന്നല്ല, ഏതു മാനദണ്ഡത്തിൽ ചോദിക്കുന്നു എന്നാണ് പ്രധാനം. ചോദ്യം മാത്രമല്ല, ചോദ്യം ദുആ ആകുന്നിടത്ത് ഒരു വിശ്വാസവും ഇബാദത്തായി മാറും. ഒരു ചോദ്യം മൂസ ശ്രദ്ധിക്കേ, നിങ്ങൾ പേരോട് ചോദിക്കണമായിട്ട് ഇവിടെ ചോദിക്കല്ലേ, പണ്ട് പേരോട് ചോദിച്ചല്ലോ, ആ ശൈലി ഇവിടെ വേണ്ട. അതായത് ഒരു ചോദ്യം ദുആ ആകുന്നിടത്ത് അതിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ചോദ്യം ദുആ ആകുന്നിടത്ത് അതിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവും. കുഞ്ഞീദ് മദനി പറഞ്ഞു, അഭൗതികമായി അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. ആ വിശ്വാസത്തിൽ നിന്നാണ് ഇബാദത്ത് ഉത്ഭവിക്കുക. ആ നിലക്കുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം, താഴ്മ, വിധേയത്വം, സ്നേഹം, ഭയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച വഴിപാട് തുടങ്ങി എല്ലാം ആരാധനയുടെ വകുപ്പിൽ ഉൾപ്പെടുന്നു. ഇസ്ലാമിന്റെ ജീവൻ പേജ് 12. അപ്പോൾ ഒരു ചോദ്യം ആരാധനയാകുന്നിടത്ത് അതിന് പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസമാണ് ഈ ചോദ്യത്തെ ആരാധനയാക്കിയത്. ആ വിശ്വാസം ശിർക്കാണ്, ഈ ചോദ്യവും ശിർക്കാണ്. ഈ വിശ്വാസം വരുന്നിടത്ത് ചോദ്യം ശിർക്കാകുമ്പോൾ ചോദ്യം മാത്രമല്ല ശിർക്ക്, ഈ വിശ്വാസത്തിന്റെ സ്ഥാനത്തിലുള്ള പേടിയും സ്നേഹവും താല്പര്യവും പ്രതീക്ഷയും ഭക്തിയും എല്ലാം ശിർക്കായി മാറും. അല്ലാതെ ചോദ്യം മാത്രം ശിർക്ക് എന്ന കേസില്ല, അങ്ങനെ ഒരു അസുലില്ല, എവിടെയും അത് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇപ്പൊ ചോദ്യം ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം ഇബാദത്തില്ല, ദിവ്യത്വമില്ല, അബോധികത കൽപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതുപോലെ ഈ രാത്രിയുടെ എല്ലിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന, നിങ്ങൾ അതൊന്നും വിശദീകരിക്കണ്ട. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല, ദിവ്യത്വമില്ല, ഒരു വിശ്വാസം ഇബാദത്തും ഒന്നുമില്ല, ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്ന് പറയുന്നു. എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വെളിച്ചം തരണേ. ഈ ചോദ്യം പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ഇസ്തിയാസയല്ല, ഇസ്തിയാനത്ത് ഒന്നും കൂട്ടണ്ട. ഒരു വിളി, ഒരു ചോദ്യം, അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ, വസീലത്ത് ശിർക്കാണോ, ജായിദാണോ, നിങ്ങൾ അത് പറ. അതാണ് ഞാൻ ചോദിച്ചത്. ഉത്തരം നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു. ശിർക്ക് വരുന്നത് ദുആ ഉണ്ടാകുന്നിടത്താണ്. ദുആ ഇല്ല നിങ്ങൾ പറഞ്ഞു, അഭൗതിക ഇല്ല എന്ന് പറഞ്ഞു, ഒരു വിശ്വാസവും ഇല്ല. പിന്നെ കളിയാക്കാൻ വിളിച്ചതാണോ, ആളെ പരിഹസിക്കാനാണോ, അതല്ല ഓമലും ചെയ്യാൻ വേണ്ടിയാണോ, അത് പിന്നെ ചോദിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് അയാളോട് ചോദിക്കാം. സാധാരണഗതിയിൽ ഒരാളെ ജിന്നെ സഹായിക്കണേ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും. ഇന്നേ വരെ നമ്മൾ ഒരാളെ അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ അയാളോട് ചോദിക്കാം, എന്റെ സുഹൃത്ത് നീ വിളിക്കാൻ കാരണം. അപ്പൊ ചിലപ്പോ ഓൻ പറയും, ഞാൻ പറഞ്ഞ ജിന്നിനെ പരിഹസിക്കാൻ വിളിച്ചതാണ്, പിന്നെ മൂസക്കും തർക്കമില്ല, ഓൻ പോണേക്ക് പോട്ടെ നിൽക്കാം. ചിലപ്പോ മനസ്സിലാകുമ്പോൾ തലക്ക് സുഖമില്ലാത്ത ആളാണ്, അപ്പോഴും നമ്മൾ ഓനെ കാര്യത്തിൽ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒരു വിശ്വാസവും ഇല്ലാതെ, ഒരു അബോധികം കൽപ്പിക്കാതെ, ഒരു ദുആയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ജിന്നെ വിളിക്കുന്ന ഏർപ്പാട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്കുക, സുഹൃത്ത് എന്താ, ഏത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? അപ്പൊ ഓൻ നമുക്ക് വിധി പറയാം. ഓൻ തലക്ക് സുഖമില്ലെങ്കിൽ മത നിയമങ്ങൾ ഓന് ബാധകമല്ല. ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണ് ചിലപ്പോൾ ഒന്നും കിട്ടും മൂന്നക്ക്, ജിന്നാകുമ്പോൾ ചിലപ്പോൾ ഓൻ ചിലപ്പോൾ കേട്ട പോലെ പോയിക്കൂടായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ചോദിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോട് ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ എന്തിനത്ര ഇടങ്ങാതെ നമുക്ക് ഉണ്ടാക്കുന്നത്? സാധാരണഗതിയിൽ ഒരു ജിന്നെ സഹായിക്കുന്ന ഒരുത്തൻ പറയുമ്പോൾ ഓന്റെ ഉള്ളിൽ ഇതെല്ലാം വരും, ഈ വിശ്വാസമൊക്കെ വരും, ഇല്ലാത്ത ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇനി അതായത് ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും
ഒരു മനുഷ്യൻ ഇപ്പൊ മൂസനെടുത്ത് വരിക, എനിക്ക് 14 രൂപ വായ്പാണ്, ഇതിന് വരുമ്പോഴും എന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ, മൂസ തരാതെക്കൂല, അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത്. അല്ല വെറുതെ ആളെ കുതിരാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ മോലെ നിങ്ങളെ ആളെ കളിയാക്കാന്നേ ചോദിക്കുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ ജിന്നെ സഹായിക്കണമെന്ന് ഒരാൾ കുടുങ്ങുമ്പോ പറയുന്നുണ്ടെങ്കിൽ, നീ ഇരുട്ടത്ത് തപ്പണമെന്നില്ല, പകൽ വെളിച്ചത്തിലായാലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഓന്റെ ഉള്ളിൽ ജിന്നിനെ കുറിച്ചുള്ള ഒരു ധാരണ വിശ്വാസം ഉണ്ട്. ഞാൻ വിളിച്ചാൽ വരും, ഞാൻ വിളിച്ചാൽ കിട്ടും, ഞാൻ വിളിച്ചാൽ സഹായിക്കും, ഞാൻ വിളിച്ചോടത്ത് വലെത്തും എന്ന വിശ്വാസം ഉണ്ട്. അവിടെ ശിർക്ക് വന്നു. അതൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല, അങ്ങനെ ഒരാൾ വിളിക്കൂല, അങ്ങനെ ചോദ്യം ഉണ്ടാവില്ല. ഇനി അതൊന്നുമില്ല എന്നാലും ചോദിക്കാൻ പാടില്ല. അതൊന്നുമില്ലെങ്കിലും ജിന്നിനെ കളിയാക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ചോദിക്കാൻ പാടില്ല. കാരണം വല്ല ചോദ്യം ചോദിച്ച് കിട്ടാനാണ് ശൈത്താൻ കാത്തിക്കണത്. ഇത് ചോദിച്ച് കിട്ടിയിട്ട് വേണം ഓനത് മുതലാക്കാൻ. അപ്പൊ ഓൻ കയറും, ഓൻ അയിമ പിടിക്കും, അങ്ങനെ എന്ത് ചെയ്യും, കൊണ്ടുപോകും. അപ്പൊ അനസ് മുസൈൽ പറഞ്ഞ പോലെ എന്താ സുഖല്ലേന്ന് ചോദിക്കുമ്പോ അത് വെച്ച് ഓൻ കളിക്കും, സുഖാണെന്ന് പറയും. പിന്നെ നാളെ പിറ്റേന്ന് വേറെ പാസ് പറയുമ്പോൾ ഒന്നര ചോദിക്കും, ഒന്നര തോന്നിപ്പിക്കും, ഇവരെ വിളിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇപ്പൊ ആള് മോശക്കാരനല്ല. അതാണ് അനസ് മുസ്ലിയാർക്ക് പറ്റിയത്. ഇപ്പൊ ലാസ്റ്റ് മൂപ്പര് പറഞ്ഞു ജിന്ന അഭൗതികനാണ്, ഇവിടെ സഹായം അഭൗതികമാണ്, അഭൗതിക സഹായമൊക്കെ കിട്ടും. അപ്പൊ ശിർക്ക് പോയി പെട്ടു. അതാണ് വസിയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വഴിയെ നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ തോന്നലേ നമുക്ക് വേണ്ട, ചോദിക്കാനേ പോണ്ട. ഭൗതികമായ നേരിടുന്ന വിളിയാണോ മനുഷ്യന്മാരെ വിളിക്കാം, മനുഷ്യന്മാരെ വിളിക്കാം. അദൃശ്യ മാർഗത്തിലാണോ അള്ളാനെ മാത്രം വിളിക്കാം. അല്ലാത്തൊരു വിളി അതിനടുക്ക് നമുക്കില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. ഒരാൾ മന്ത്രിച്ചിട്ട് ആ മന്ത്രിച്ചൂതിയ വെള്ളം ഒരു രോഗി കുടിക്കുന്നു, അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധവുമുണ്ടോ? ഖുർആനും ദിക്റുകളും ഒക്കെ ഓതിയിട്ടുള്ള ഫഅജാബ, അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് ലാ ബഅസ ബിദാലിക് ഫഹുവ ജായിസുൻ, അതിനൊരു കുഴപ്പവുമില്ല, അത് ജായിസാണ്. ബൽ ഖദ് സറഹൽ ഉലമാ ബിസ്തിഹ്ബാബിഹി, ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ്. ചെയ്യും അങ്ങനെ ശിർക്കിലായവർ മരിച്ചു പോകും. അങ്ങനെ ശിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം. ദലീലെവിടെ? ഒരു ആയത്തുണ്ടോ ഈ വാദത്തിന്? സ്വഹീഹായ ഒരു ഹദീസുണ്ടോ ഈ വാദത്തിന്? മന്ത്രി ചൂതിയ വെള്ളം കുടിക്കാം, പിന്നാണം എഴുതി കുടിക്കാം എന്ന് പറയുമ്പോ ഇത്തരത്തിൽ വാദഗതികൾ ആ ഫത്വ നോക്കി, ഈ ഫത്വ നോക്കി, ആ കാല നോക്കി, ഈ ഖീല നോക്കി പറയുമ്പോ എവിടെ ആയത്ത്, എവിടെ ദലീല്, എവിടെ തെളിവ്? ഇവിടെയാണ് നമ്മൾ ക്ലിയറായും ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും മുഫ്തിമാർ എങ്ങനെയെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുന്നത് സ്വീകരിക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുവാൻ അത് കാരണമാകുമെന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.